കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക കറിയാണിത്. അതിനായിട്ട് ആദ്യം ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 ചെറിയ തക്കാളി, ഒരു പച്ചമുളക്, ലെമൺ സൈസ് പുളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെണ്ടക്ക ഇതുപോലെ മീഡിയം സൈസിൽ അരിഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി പുളി നമ്മൾ വെള്ളമൊഴിച്ച് വെച്ചേക്കാണ്. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. 3 എടുത്തത്, നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് മാറ്റം വരുത്താം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക് അത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പച്ചമുളക്. പിന്നെ കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തേക്കും നമ്മൾ പുളി റെഡി ആയിട്ടുണ്ട്, പിന്നെ വെള്ളം റെഡി ആയിട്ടുണ്ട്, പുളിവെള്ളം. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയുടെ എല്ലാ വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഇതിൽ ഉപ്പ് പാകത്തിനനുസരിച്ച് ഉപ്പ് ഇടുക. അപ്പോൾ ഉപ്പ് പാകത്തിനനുസരിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇതിൽ എത്ര ആണെങ്കിലും എരിവുണ്ടാവും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിനി പാകത്തിന് ഇനി വെള്ളം ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തു. ഇനിയാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതെടുത്ത് നമ്മളിനി അടുപ്പത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റാണ് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുക. ഏകദേശം ആയിട്ടുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ നമുക്കിനി വേവിക്കാം. 10-15 ആകുമ്പോഴത്തേനും എന്തായാലും ഇത് വേവും. എന്നിട്ട് ഇത് നമ്മൾ ഇറക്കി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഇത് ചൂടാക്കിയിട്ട് ഇത് നമ്മൾ വറവിടുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചു, പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ അതും, പിന്നെ കടുക്, കുറച്ച് കടുക്, പിന്നെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രക്കൊന്നും വേണ്ട, ഇനി കടുക് മാത്രം ഇട്ടാലും അത് മതി. പക്ഷെ എന്തായാലും ഞാൻ വെറുതെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് കടുകൊക്കെ പൊട്ടി ഇതൊക്കെ ഒന്ന് നന്നായി ഇതായി വന്നിട്ട് നമ്മളിത് റെഡിയായ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകമാണോ നോക്കിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെണ്ടക്കക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിവേ, കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്.